കൊട്ടിയൂരിൽ ബുധനാഴ്ച വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. വോട്ടെണ്ണൽ ദിവസമായിരുന്ന ചൊവ്വാഴ്ച കൊട്ടിയൂർ സന്നിധിയിൽ തിരക്ക് വളരെ കുറവായിരുന്നു. ചൊവ്വാഴ്ച കൊട്ടിയൂരിൽ എത്തേണ്ടിയിരുന്ന ഭക്തജനങ്ങൾ യാത്ര ബുധനാഴ്ചത്തേക്ക് മാറ്റിയതാണ് തിരക്കിന് കാരണമായത്. തിരക്ക് രാത്രി വരെ നീണ്ടു. സ്കൂൾ തുറന്നതുകൊണ്ട് തന്നെ പ്രവൃത്തി ദിവസങ്ങളിൽ സാധാരണ തിരക്ക് കുറയാറാണ് പതിവ്. എന്നാൽ ഇത്തവണ ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ സാമാന്യം നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4ാമത്തെ ആരാധനാ പൂജയായ രോഹിണി ആരാധന ഇന്ന് പെരുമാൾക്ക് സമർപ്പിക്കും. പൊന്നിൻ ശിവേലിയും ആരാധനാ സദ്യയും നടക്കും. ആരാധനാ പൂജയോടനുബന്ധിച്ചാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക. വ്രതാനുഷ്ഠാനത്തോടെ എത്തുന്ന കുറുമാത്തൂരിലത്തെ മുതിർന്ന കാരണവരാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്തുക. ശിവേലിക്ക് മുന്നോടിയായാണ് ആലിംഗന പുഷ്പാഞ്ജലി നടക്കുക. അപൂർവമായി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങായ ആലിംഗനം കുറുമാത്തൂരിലത്തെ മുതിർന്ന കാരണവർക്ക് ചില കൊട്ടിയൂരിൽ ബുധനാഴ്ച വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ദക്ഷനാൽ അപമാനിതയായി യാഗാഗ്നിയിൽ സതീദേവി എരിഞ്ഞടങ്ങിയതറിഞ്ഞ് ഉഗ്രകോപിയായ ശിവഭഗവാനെ വിഷ്ണു ഭഗവാൻ ആലിംഗനം ചെയ്ത് സ്വാന്തനിപ്പിക്കുന്നതായാണ് ആലിംഗന പുഷ്പാഞ്ജലിയുടെ വിശ്വാസം. അക്ഷര കോളേജ് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഒരു വഴി. സമാന്തര വിദ്യാഭ്യാസ രംഗത്തെ മികച്ച കലാലയമായ അക്ഷര കോളേജ് NEOS+8 പ്രവേശനം തുടരുന്നു. വെറും 6 മാസം കൊണ്ട് 5 വിഷയങ്ങൾ പഠിച്ച് പരീക്ഷയിൽ വിജയിക്കാം. വീട്ടമ്മമാർക്ക് പോലും വീട്ടിലിരുന്ന് പഠിക്കാൻ സൗകര്യമുണ്ട്. അക്ഷര കോളേജ്, കമ്പിൽ, PO കൊളച്ചേരി. കൂടുതൽ അറിയാൻ ഉടൻ തന്നെ വിളിക്കൂ 9895117122.